ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചേറ്റുവപ്പുഴ മലിനമാക്കുന്നതായി പരാതി. പുഴയിൽ നിന്ന് ഡ്രഡ്ജിംഗ് നടത്തി മണലും ചളിയും മട്ടും സമീപ പ്രദേശത്തെ പറമ്പുകളിൽ ശേഖരിച്ചിരുന്നു. മണൽ മാത്രമായി റോഡ് നിർമ്മാണത്തിനായി ഇവിടെ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ ബാക്കി വന്ന ചളിയും മട്ടും തിരിച്ച് പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടുകയാണുണ്ടായത്. ഇതുമൂലം ചേറ്റുവപ്പുഴയിലെ ഭൂരിഭാഗവും ചളിയും മട്ടും അടിഞ്ഞുകിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ പരമ്പരാഗത തൊഴിലാളികളും ഇതോടെ ഏറെ ദുരിതത്തിലായി. മത്സ്യബന്ധനത്തിനായി വള്ളമിറക്കുവാനോ മറ്റു തൊഴിലുകൾക്കായി വള്ളമിറക്കി പോകുവാനോ കഴിയാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മട്ടും ചളിയും മറ്റവശിഷ്ടങ്ങളും പുഴയുടെ കരയ്ക്ക് സമീപം അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് പുഴയുടെ ഒഴുക്കിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദേശീയപാത കരാർ കമ്പനിക്ക് ചേറ്റുവപ്പുഴയിൽ നിന്ന് എക്കലും ചളിയും നീക്കാനാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ മണൽ മാത്രം മൂറ്റിയെടുത്ത് ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് തന്നെ ഒഴുക്കുന്ന നിലപാടാണ് കരാർ കമ്പനിയുടേതെന്ന് പരാതിയുണ്ട്. വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ പരിശോധനയോ സാന്നിധ്യമോ ഇല്ലാത്തതാണ് ചേറ്റുവപ്പുഴയിൽ മാലിന്യം അടിഞ്ഞുകൂടാൻ പ്രധാന കാരണം. ഉപ്പുവെള്ളവും ചളിയും മട്ടും മണലും സമീപത്തെ പറമ്പുകളിൽ വലിയ കുളമുണ്ടാക്കി അതിലാണ് ശേഖരിച്ചിരുന്നത്. ഉപ്പുവെള്ളം പറമ്പുകളിൽ കെട്ടിക്കിടക്കുന്നത് മൂലം സമീപ പ്രദേശത്തെ പറമ്പുകളിലെ തെങ്ങുകൃഷി പൂർണ്ണമായും നശിച്ചു. ചേറ്റുവപ്പുഴയോരത്തും പുഴയുടെ കരഭാഗത്തും അടിഞ്ഞുകൂടി കിടക്കുന്ന ചളിയും മട്ടും നീക്കണമെന്നും പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്തുള്ള ഈ പുഴയുടെ കരഭാഗത്ത് മുഴുവനായും ചളിയും മട്ടും വലിയ രീതിയിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതുമൂലം ചെറുകിട മത്സ്യത്തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഏറെ ദുരിതത്തിലാണ്. അവർക്ക് വള്ളമിറക്കാനോ മത്സ്യബന്ധനത്തിന് പോകാനോ സാധിക്കാത്ത രീതിയിലാണ് ഈ പ്രദേശത്ത് ചളിയും മട്ടും അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇതുമൂലം ഏറെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതായ ഉദ്യോഗസ്ഥർ ഈ ഡ്രഡ്ജിംഗ് നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് വേണ്ട പരിശോധന നടത്തുകയോ കൃത്യമായ രീതിയിലാണോ ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നത് എന്ന് പരിശോധിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല.